എന്നെങ്കിലും ഞാൻ നിർത്താൻ പോയിട്ടുണ്ടോ പിന്നെ? ചേട്ടാ വേണമെങ്കിലേ ചേട്ടാ ആ പിന്നെ ചേട്ടാ എന്താടേ? ഈ വണ്ടി കൊച്ചിക്കാണ്. അല്ല, കൊയിലാണ്ടിക്ക്. വായിക്കറിഞ്ഞോടൂ. ഈ കളസയിൽ അവിടെ കുത്തിക്കിടുന്ന സമയത്ത് രണ്ട് അക്ഷരം പഠിച്ചുകൂടായിരുന്നു. വെള്ളപ്പന്നിക്ക് കറുത്ത കോട്ടിട്ട പോലെ. സാറേ. ആ ഹലോ സാറേ, അപ്പോൾ ഇത് ശരിക്കും കൊയിലാണ്ടിക്കാണോ? ഇനി അടുത്തത് കൊയിലാണ്ടി അല്ലടാ, ഇതെല്ലാം കൂടെ പിച്ചിയം ഐലാണ്ടിക്ക് തേക്കും. കൊയിലാണ്ടി. ഹലോ ഹലോ മോളെ. ഛേ, അതും കൊയിലാണ്ടിക്ക് പോയോ? കണ്ടോ കണ്ടോ, കറക്റ്റ് ടൈം. ഇപ്പൊ എന്തായി? വലിയ വർത്താനൊന്നും പറയണേ. എടാ തുമ്പമുക്കിൽ ബിവറേജ് എന്നെ ഇറങ്ങി ഓടാന്നല്ല നീ. ആ സമയം കൊണ്ട് ഒരു സാധനം വാങ്ങിച്ചോണ്ട് വരാന്ന് കരുതിയല്ലേ? എടാ ബിവറേജിനുമില്ല വളഞ്ഞ ക്യൂ അങ്ങ് നിർത്തിയാലേ അങ്ങ് ബംഗാളിലെത്തും. ഈ ബസ് അതിനു മുമ്പ് കൊച്ചിക്ക് തൊടാ. നീ വാ. ശരിയാ, വേമ്പ. ഇരിക്കാൻ സ്ഥലമൊന്നുമില്ലാന്നാ തോന്നുന്നു. ഫുൾ ആളായല്ലോ. പറയുന്നോണ്ടൊന്നും തോന്നരുത്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. എന്ത്? നീ സ്വയം നിയന്ത്രിക്കണം. നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട. മനസ്സിലായില്ലേ? എടുത്ത് ഇത്ര ആളുടെ അനുഭവം എത്രാമത്തെ പ്രാവശ്യം ഇത്? എടാ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാലും നീ നിയന്ത്രിക്കണം. ഞാൻ കമ്മാന്ന് ഒരു അക്ഷരം മിണ്ടില്ല. ഉണ്ണിക്കുട്ടനാരെ? മോനാണോ? മോനല്ല, ഡ്രൈവർ ആടൂ. ഉണ്ണിക്കുട്ടാ എവിടെ ആയിരുന്നു ഡ്രൈവറെ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഉണ്ണിക്കുട്ടൻ. അതെ, എന്റെ അമ്മയുടെ പേരാ. അവന്റെ അമ്മ അറിഞ്ഞോ അവൻ ഇങ്ങനെ ആവൂന്ന്? ഈശ്വര, എന്നെ മാത്രം രക്ഷിക്കണേ. സ്റ്റാർട്ട് ആവാവോ? വാ, എല്ലാരും കയറിയോ? ടിക്കറ്റ് എടുത്താ? ഒരു കൊച്ചി. ആ, കൊച്ചി വന്നേ ഉള്ളൂ. ടിക്കറ്റ് എത്ര വേണമെന്ന് പറ. അല്ല, ഇത് കൊച്ചിയിലെപ്പത്തായിരിക്കും? രാത്രിയാവും തോന്നുന്നു ഫാദർ. നിങ്ങൾ കൊച്ചിക്കാ? ആ, കൊച്ചിക്ക്. ഇയാൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ലാന്ന് തോന്നുന്നു. അവനധികം സംസാരിക്കൂല ഫാദർ. ഇല്ലടാ. ചെറുപ്പക്കാരായ എങ്ങനെയാ? വല്ലതും മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കണ്ടേ? കൊച്ചി വരെ പോണ്ടല്ലേ? ഞാനില്ല എൻ്റെ അച്ചോ. നമ്മൾ എന്തെങ്കിലും മിണ്ടിയാ പിന്നെ അത് കുഴപ്പമാവും. അതെന്താ അങ്ങനെ? ഒന്നുമില്ലേ. പറയടോ. അത് കണ്ടോ അച്ചോ? അച്ഛനൊന്ന് മുകളിലോട്ട് നോക്കി. ഇപ്പൊ വണ്ടിയും കാണാൻ ഗട്ടറിൽ വല്ലതും വീണാൽ. അയ്യോ, എന്തോടെ കാണിക്കുന്നേ? അച്ഛന് വല്ല കാര്യം ഉണ്ടായിരുന്നു അച്ഛോ. അത് ശരിയല്ല. കണ്ടോ, ഇതാ ഹലോ, ആ നമ്പറും തരോ? എന്താ? ആ ഫോൺ നമ്പറും തരോ? എന്റെ ഈശ്വര, കിസ് തരുന്നോ? കിസ്സാ? ഞാനേ ഇയാളുടെ റിയാക്ഷൻ എന്താന്നറിയാൻ ചുമ്മാ അതൊരു തമാശ പറഞ്ഞതാ. എന്ത്? കാശ് വന്നാ കിസരാന്നാ? എന്റെ അടുത്ത് മാമലകപ്പുറത്ത് നാടുണ്ട്. നല്ല പാട്ട, അടിപൊളിയാ. അങ്ങനെ ചീപ്പെടുക്കാം, അല്ലാതെ തടയാൻ ഒരു രക്ഷയില്ല. എന്തായാലും സൈഡ് സീറ്റ് കിട്ടിയത് നന്നായി. എന്ത് രസല്ലേ? ചിരിച്ചോ ചിരിച്ചോ. ഈ പുറകിരുന്ന് കരയുന്ന കൊച്ചങ്ങാണ് ഇപ്പൊ ഛർദിച്ചാണ്ടല്ലോ. ഈ ചിരിയും പോവും, ഇരിക്കുന്ന രസവും. കൊച്ചല്ലല്ലോ, തള്ളയല്ലേ. നിന്നെ ഞാൻ വണ്ടി നിർത്തണോ? ഇവനെയൊക്കെ ഉണ്ടല്ലോ, നല്ല അടിയാ കൊടുക്കണ്ട. മാറ്. എന്റെ 2000 ഷർട്ട് പോയി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ കാരണമാണ് ഇവര് ഛർദിച്ചത്. അവർക്ക് വയറ്റി പിടിക്കാത്തവെല്ലാം കഴിച്ചു കാണും. ഇയാൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നതാണ് നല്ലത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഫാദർ, ഇവരെ കൊണ്ട് ഇവൻ കേറിയപ്പോ തൊട്ട് പ്രശ്നമാണല്ലോ.
നല്ല ക്ലൈമറ്റ് അല്ലേ? ആ, മഴക്കുള്ള സാധ്യത തോന്നുന്നത്. തവണ മഴ കുറവാണ്. സബ്ജക്റ്റിലേക്ക് പോവാനാ. എന്നാലും കൃഷിക്കാർക്കുള്ള പെയ്യുന്നുണ്ടേ. ചേട്ടന് കൃഷിയാണോ? അല്ല, കൃഷിയുണ്ടേ. ആ. എങ്ങോട്ടാ ഏട്ടാ? കൊച്ചിക്ക. ആ, കുട്ടിക്കാനത്താണോ? കുട്ടിക്കാനം. ആണോ? കുട്ടിക്കാനത്തൂടെ? ആഹാ, കുട്ടിക്കാനൊക്കെ അറിയൂ? പിന്നെ വലിയ വാദ്യമാണല്ലോ. മിണ്ടായിരടാ. ഓരോ തോന്നിയാസം കാണിച്ചു അവൻ്റെ ഒരു വർത്താനം പറഞ്ഞോണ്ട് ഇറങ്ങാൻ അങ്ങോട്ട്. ആ, ഇറങ്ങ്. വെറുതെ ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ സംസാരിപ്പിക്കടാ. ഒരു ഒറ്റ ടീർ അങ്ങോട്ട് വെച്ച് തന്നാണ്ടല്ലോ. നമ്മൾ പറയാം. വണ്ടി ഒന്ന് നിർത്തിക്കേ. വണ്ടി ഒന്ന് നിർത്തണേ. വണ്ടി നിർത്താൻ നെഞ്ചിലൊരു പെയിൻ പോലെ എന്റെ ചങ്ക് ഇപ്പൊ പൊട്ടിപ്പോ. എന്ത് പറ്റി? എന്താന്നറിയാം. ഒന്ന് മാറി. വേഗം വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എടുക്ക്. ഇവിടെ വണ്ടി തിരിക്കാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ വന്ന് പഠിക്കാം. ഇയാൾ എന്താ കാണിക്കുന്നത്? ഞാനൊന്ന് നോക്കിക്കോട്ടെ ഫാദർ. മാറ്റ്. എന്നെ കൊല്ലാനാണോ നോക്കുന്നത്? പേടിക്കണ്ട സാർ, ഞാനൊരു ഡോക്ടറാ. സാരമില്ല, ഇപ്പം മാറിക്കോളൂ. ഇപ്പൊ എങ്ങനുണ്ട്? ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല സാർ. ആശ്വാസായോ? എനിക്ക് പതുക്കെ പതുക്കെ പതുക്കെ. താങ്ക്സ് മോനെ, വലിയ ഉപകാരമായി. താങ്ക് യു ഫാദർ. ഈശോയെ, ദൈവത്തിന് സ്തുതി. അച്ചു നോക്കിയേ. ഇത്രയേ ഉള്ളൂ. എന്താണ്? പണ്ടാരം ടയർ പൊട്ടിയെന്ന് തോന്നേ. യവനെ